താരപ്പകിട്ടിലേക്ക് സ്വാഗതം. മലയാളത്തിലെ സുവർണ കാലഘട്ടത്തിലെ നായിക മേനക. ഞങ്ങൾ സ്നേഹത്തോടെ പപ്പി ചേച്ചി എന്ന് വിളിക്കും. പപ്പി ചേച്ചിയാണ് ഇന്ന് നമ്മളോടൊപ്പം വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നത്. ചേച്ചി സ്വാഗതം. ഞങ്ങളൊക്കെ ഒരുപാട് സന്തോഷത്തോടെയാണ് ചേച്ചിയെ സ്ക്രീനിൽ കാണുന്നത്. ഇന്നും ടി വിയിലും സ്ക്രീനിലൊക്കെ നിറഞ്ഞു നിൽക്കുന്നു. പക്ഷേ ഇപ്പം ചേച്ചിയോട് എനിക്ക് ചോദിക്കുന്നത്, ചേച്ചി സ്ക്രീനിൽ നിറഞ്ഞു നിൽക്കുന്ന പോലെ വിവിധ ഭാഷകളിലാണ് കീർത്തി, ഞങ്ങളുടെ കിറ്റി ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത്. എങ്ങനെ തോന്നുന്നു? എന്താണ് ആ ഒരു ഫീൽ? ആക്ച്വലി ഇപ്പോൾ മേനക സുരേഷിൻ്റെ മോളാണ് കീർത്തി എന്ന് പറയുന്നതിന് മാറി ഇപ്പോൾ കീർത്തിയുടെ അമ്മയാണ് മേനക സുരേഷ് എന്നായിട്ടുണ്ട്. അപ്പോൾ അത് പലരും പറയും അതിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോയെന്ന്. അതാണല്ലോ ഒരു പാരൻസ്, അത് പ്രത്യേകിച്ച് അമ്മയ്ക്ക് തോന്നുന്ന ഒരു സന്തോഷം എന്ന് പറയുന്നത്. മക്കൾ വഴി അറിയപ്പെടുക എന്ന് പറയുമ്പോൾ അതൊരു വലിയ സന്തോഷമാണ്. എത്ര നമ്മൾ ഇതാണെങ്കിലും വലിയ ആളാണെങ്കിലും ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒരു പടം അഭിനയിക്കുമ്പോഴോ നമ്മളുടെ കാരിയർ മുമ്പോട്ട് കൊണ്ടുപോകുമ്പോഴോ നമുക്ക് ടെൻഷൻ ഇല്ല, സന്തോഷമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ നമ്മുടെ മക്കൾ ഓരോരോ സ്റ്റെപ്പ് എടുത്ത് വയ്ക്കുമ്പോഴും ദൈവമേ നന്നാവണേ നമ്മൾ ചിന്തിക്കുന്നില്ല. അപ്പോൾ അവർ സക്സസ്സിൽ എത്തുമ്പോഴേക്കും അതിനേക്കാൾ വേറൊരു സന്തോഷം വേറെ ഒന്നുമില്ല. കിറ്റി താരപ്പകിട്ടിൽ വന്നപ്പോൾ പറഞ്ഞു, എൻ്റെ അമ്മ എന്ന് പറയുന്നത് ഞങ്ങൾക്ക് സാധാരണ എല്ലാ അമ്മമാരും മക്കളോട് മാർക്കിനെക്കുറിച്ചും പഠിത്തത്തെക്കുറിച്ചൊക്കെ ശാഠ്യം പിടിക്കുമ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് ഫ്രീഡം തന്നു. എന്നാൽ ആവശ്യമുള്ള സമയത്ത് നോ പറഞ്ഞു. സിനിമയിൽ വന്നിട്ടും ഞങ്ങൾക്കൊന്നും അമ്മ പറഞ്ഞു തന്നില്ല, ഒരു സപ്പോർട്ട് മാത്രമായിരുന്നു. ചേച്ചിക്ക് അപ്പം അങ്ങനെ ഒരു ടെൻഷനൊന്നും ഉണ്ടായിരുന്നില്ലേ? ഇല്ല, എനിക്ക് ശരിക്കും പിള്ളേർ പഠിക്കുമ്പോഴും എനിക്ക് ടെൻഷനില്ല. ഓരോരുത്തർ ഞാൻ കേൾക്കാറുണ്ട് പരീക്ഷ സമയത്തേക്ക് ടി വി ഓഫ് ചെയ്ത് വെക്കും, പിന്നെ കേബിൾ കട്ട് ചെയ്യും, വീട്ടിൽ റിലേഷൻസ് വരാൻ പാടില്ല, മറ്റേ ഫ്രണ്ട്സ് വരാൻ പാടില്ല, മോള് പഠിക്കുകയാണ് മോൻ പഠിക്കുകയാണെന്നും പറഞ്ഞ് അങ്ങനെ അതൊക്കെ എനിക്ക് കേൾക്കുമ്പോഴേക്കും എനിക്ക് സത്യം പറഞ്ഞാൽ ചിരിയാണ് വരുന്നത്. അപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ പരീക്ഷയ്ക്ക് പോകാൻ നേരത്തേക്ക് ഞാൻ എന്തോ മോൾക്ക് എന്തോ ചായയോ കാപ്പിയോ എന്തോന്നോ സാധാ കൊണ്ടുപോയപ്പോൾ അമ്മ ഇന്ന് എൻ്റെ പരീക്ഷയാണ്, അമ്മയ്ക്ക് ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചു. ഓ ഏത് പരീക്ഷ ാണെന്ന് ചോദിച്ചു ഞാൻ. അതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. ഈ 10th-ലും 12th-ലും കിട്ടുന്ന മാർക്ക് കൊണ്ട് മാത്രമല്ല അവരുടെ ജീവിതം എല്ലാം കൂടെ. നമ്മൾ അവരെ ഇട്ട് പ്രഷറൈസ് ചെയ്യരുത്, വിട്ടാൽ മതി, അവർക്ക് ആവശ്യമുള്ള മാർക്ക് കിട്ടിയാൽ മതി. എൻ്റെ അമ്മ എന്നെ അങ്ങനെയാണ് പഠിപ്പിച്ചത്. അങ്ങനെ പറയുമ്പോഴാണ് എനിക്ക് ചേച്ചി എന്ന് പറഞ്ഞാൽ, ചേച്ചി എപ്പോഴും അമ്മയുടെ കൂടെ എന്ന് വെച്ചാൽ വീട്ടിൽ അമ്മയുടെ കൂടെ, സ്കൂളിൽ അമ്മയുടെ കൂടെ, ലൊക്കേഷനിലും അമ്മയുടെ കൂടെ. അമ്മ സ്കൂൾ ടീച്ചറായിരുന്നപ്പോഴേക്കും അമ്മയുടെ കൂടെ സ്റ്റാഫ് റൂമിൽ പോയി കഴിക്കത്തുള്ളൂ. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഫ്രണ്ട്സ് കുറവാണ്. കാരണം എൻ്റെ അമ്മ ടീച്ചറായതുകൊണ്ടും അതേ സ്കൂളിൽ ഞാൻ പഠിച്ചതുകൊണ്ടും ഈ ഫ്രണ്ട്സ് ആരും എൻ്റെ അടുത്ത് എന്നെ വിളിക്കുന്നത് RS എന്നാണ്. അതായത് എൻ്റെ പേര് ശരിക്കും പറഞ്ഞാൽ R പത്മാവതി എന്നാണ് സ്കൂൾ. അപ്പോൾ വേറൊരു R പത്മാവതിയും കൂടെ ഉണ്ടായിരുന്നതുകൊണ്ട് എൻ്റെ അമ്മ എന്നെ RS പത്മാവതി എന്നാക്കി. എന്ന് വെച്ചാൽ S എൻ്റെ അമ്മയുടെ പേര് സരോജാണ്. അപ്പോൾ RS പത്മാവതി. അപ്പോൾ എല്ലാവരും RS എന്നാണ് വിളിക്കുന്നത്. അപ്പം ഇങ്ങനെ ഞാൻ വലിയ സന്തോഷമാണ് ഈ പിള്ളേരുടെ കൂടെയൊക്കെ ഇരിക്കാനൊക്കെ. ഞാൻ വരുമ്പോൾ RS വരുന്നുണ്ട് മിണ്ടാതെ ഇരിക്കും, നേരെ ചെന്ന് അമ്മയടുത്ത് പറഞ്ഞു കൊടുക്കും എന്ന് പറയും. അപ്പം ഞാൻ ഒറ്റപ്പെട്ടു പോയി. അവിടെ ഒരു മരമുണ്ട്, ഒരു ചെറിയൊരു മരം, അതിൻ്റെ അടുത്ത് പോയിരിക്കും. പിന്നെ അവസാനം ഞാൻ അമ്മയടുത്ത് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു, ഇനി നീ സമയം കിട്ടുമ്പോഴൊക്കെ സ്റ്റാഫ് റൂമിൽ വന്നിരുന്നാൽ മതി, എൻ്റെ കൂടെ ആഹാരം കഴിച്ചാൽ. അങ്ങനെ കൂടെ അമ്മയായി. അവസാനം സിനിമയ്ക്ക് വന്നപ്പോഴും അമ്മയായി. ഇപ്പോഴും കൂടെ തന്നെ അമ്മയുടെ കൂടെ തന്നെയാണ്. ഇപ്പം കീർത്തിയുടെ കൂടെ അമ്മ. പക്ഷേ ടീച്ചേഴ്സ് സാധാരണ അധ്യാപകർ അമ്മയും പേരൻസ് ആവുമ്പോൾ നമുക്ക് ചെറിയ നിയന്ത്രണങ്ങൾ വയ്ക്കും. അപ്പോൾ എത്രത്തോളം അമ്മ അങ്ങനെ ഒരു നോ പറഞ്ഞിട്ടുണ്ട്? എൻ്റെ അമ്മ ഒന്നിനും നോ പറഞ്ഞിട്ടില്ല. ഭയങ്കര ഫ്രീ ആണ്, ഏത് കാര്യത്തിനും വളരെ. എന്ന് വെച്ചാൽ എൻ്റെ അമ്മയുടെ ആ ഒരു ഫ്രീഡമാണ് എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്കൊരു നല്ലൊരു ലൈഫ് കിട്ടാൻ തന്നെ. ഇപ്പം സത്യം പറഞ്ഞാൽ ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതം, കല്യാണം. അപ്പം സുരേഷ് ഏട്ടനെ കല്യാണം കഴിക്കാൻ പോകുന്നു എന്ന് പറയുമ്പോൾ ഒരു വാക്കേ പറഞ്ഞുള്ളൂ അമ്മ, നീ അങ്ങോട്ട് പോയി I love you പറയരുത്, ഇവിടെ വരികയാണെങ്കിൽ ഓക്കെ എന്ന് പറഞ്ഞു. അത്ര എൻ്റെ അമ്മ പറഞ്ഞോളൂ, വേറെ ഒന്നും പറഞ്ഞില്ല. അപ്പോൾ എൻ്റെ അമ്മ ഈ ടീച്ചർ ആയതുകൊണ്ട് പറഞ്ഞു, എനിക്ക് ഏതാണ്ടൊക്കെ മനസ്സിലായി വരുന്നുണ്ട് നിൻ്റെ നോട്ടങ്ങളൊക്കെ, പക്ഷെ നീ ആയിട്ട് പോയി പറയരുത്, ഇപ്പോൾ വിട്ടാൽ നീ പോയി പറയുമെന്ന് തോന്നുന്നു, പറയരുത്. അവിടെ നിന്ന് വരുമ്പോൾ നോ പറഞ്ഞോളൂ, വേണ്ട നീ ഓക്കെ പറഞ്ഞോളൂ, ഐ എം ഓക്കെ എന്ന് പറഞ്ഞു. അതുപോലും എന്നുവെച്ചാൽ എനിക്ക് ഫ്രണ്ട്സിൻ്റെ അടുത്ത് പറയുന്നതിനേക്കാൾ കൂടുതൽ അമ്മയെടുത്താണ് ഞാൻ എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്യുന്നത്. എന്ത് കാര്യം ഉണ്ടെങ്കിലും അമ്മയില്ലെങ്കിൽ എനിക്ക് ഒന്നും ആലോചിക്കാൻ പോലും പറ്റില്ല. സത്യൻ നന്ദിക്കാട് സാർ പണ്ട് പറഞ്ഞെന്ന്, മേനക കല്യാണം കഴിക്കാൻ പോകുന്നുണ്ടോ, അപ്പോൾ അമ്മയും കൊണ്ടുപോകുമെന്ന് ചോദിച്ചു.
മേനക അമ്മയില്ലാതെ ഒരു എപ്പോഴും അമ്മ. അതേപോലെ ലാലേട്ടൻ്റെ ഫാദറിനിലാണ് ബാലാജി സാർ. അപ്പം മേനക അവിടെ ഷോർട്ടിന് റെഡി എന്ന് പറഞ്ഞു, അമ്മ എവിടെ നോക്കിയാൽ മതി, അതിൻ്റെ അടുത്ത് മേനക കാണും. അതാണ് എൻ്റെ ഒരു ഇത്. ആ ഒരു ഇതിലാണ് ഇരുന്നത്. അതേപോലെ ഞാനും പിള്ളേരുടെ അടുത്ത് വളരെ ഫ്രീ ആണ്. അവിടെ പോകരുതെന്ന് പറയത്തില്ല, ഇവിടെ പോകരുതെന്ന് പറയില്ല. ആ ഡ്രസ്സ് കൊടുക്കണ്ട, മുടി ഷോർട്ട് ചെയ്യണോ ചെയ്തോളൂ, സ്ട്രെയിറ്റൻ ചെയ്യണോ ചെയ്തോളൂ, കളറിങ് ചെയ്യണോ ചെയ്തോളൂ, എന്ത് വേണമെങ്കിലും. പിന്നെ അവർക്കായിട്ടത് വേണ്ട എന്ന് അവർക്ക് തോന്നുമ്പോൾ അവർ നിർത്തിക്കോളും. നമ്മൾ പറയുമ്പോഴാണ്, അതായത് ഒരു ചെറിയൊരു കാര്യമാണ്. നമ്മളൊരു പാത്രത്തിനകത്ത് എന്തെങ്കിലും സാധനം വെച്ച് പൂട്ടിയിട്ടിട്ട് തുറക്കരുതെന്ന് പറഞ്ഞാൽ ടെൻഡൻസി കാണും, തുറക്കണം. ഇത് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ തുറന്നിട്ട് ഇത്രേ ഉള്ളതെന്ന് പറഞ്ഞ് അവർ നിർത്തിക്കോളും. ആ ഒരു ആറ്റിറ്റ്യൂഡാണ്. എത്ര എന്തൊക്കെ പറഞ്ഞാലും ചേച്ചി പറഞ്ഞു കിറ്റിയുടെ അമ്മയായിട്ടാണ് അറിയപ്പെടുന്നത്. പക്ഷേ മേനക മലയാള സിനിമയ്ക്ക് സംഭാവന ചെയ്ത സിനിമകൾ എന്നും എല്ലാവരും ഞങ്ങൾക്കൊക്കെ വളരെ നൊസ്റ്റാൾജിക്കാണ്. അങ്ങനെയുള്ള ഒരു ആക്ട്രസ് സ്വന്തം മകൾ ആദ്യത്തെ സിനിമയിൽ പോകുന്നു. അപ്പോൾ ചേച്ചിക്ക് ഫസ്റ്റ് ഡേ ടെൻഷൻ ഉണ്ടായിരുന്നു? ഫസ്റ്റ് ഡേ അറിഞ്ഞോ അറിയാതെയോ ഉള്ളിൽ, അതാ ഞാൻ പറഞ്ഞത്, നമ്മൾ വരുമ്പോൾ ടെൻഷൻ ഇല്ല. നമ്മൾ വരുമ്പോൾ എൻ്റെ അമ്മയ്ക്ക് അച്ഛനായിരിക്കും ടെൻഷൻ. അതെനിക്ക് ഫീൽ ചെയ്യാൻ പറ്റില്ല. അതിപ്പോൾ എനിക്ക് ഫീൽ ചെയ്യാം. അച്ഛനും അമ്മയും അന്ന് എങ്ങനെ ടെൻഷൻ ഫീൽ ചെയ്തു. അതും പ്രത്യേകിച്ച് ഞാൻ സിനിമാ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് വന്നത്. അപ്പോൾ അച്ഛനമ്മ ടീച്ചറാണ്. അപ്പോൾ അവരെന്തുമാത്രം ടെൻഷൻ അനുഭവിച്ചിട്ടുണ്ടായിരിക്കും എന്നുള്ളത് ഐ ക്യാൻ ഫീൽ ഇറ്റ്. പക്ഷെ അത്രയും ടെൻഷൻ എനിക്കുണ്ടായോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷെ നമുക്ക് വേറൊരു ഇത് എന്താണെന്ന് വെച്ചാൽ, സിനിമയിലുള്ള ഒരാളുടെ ഒരു മകനോ വരുവാണെങ്കിൽ അത് ഏറ്റവും വലുതെന്ന് വെച്ചാൽ അവർ നന്നായിട്ട് വന്നില്ലെങ്കിൽ ഉടനെ അത് ഈ പാരൻസിനെയാണ് അവർ പറയുന്നത്, കൊള്ളൂല്ല, ശരിയല്ല എന്നൊക്കെ പറയും. അപ്പോൾ ആ ഒരു ടെൻഷൻ എൻ്റെ മനസ്സിലുണ്ടെന്ന്. അപ്പം ഞാൻ ചേട്ടനോട് ചോദിച്ചു, ഇതിന് മുന്നേ 9th സ്റ്റാൻഡേർഡ് പഠിക്കുമ്പോൾ തൊട്ട് അവൾക്ക് പടങ്ങൾ വന്നു തുടങ്ങി. ഒരുപാട് പേര് വിളിച്ചിട്ടും നമ്മൾ വേണ്ടെന്ന് എനിക്കറിയാം, വേണ്ടെന്ന് പറഞ്ഞു. പിന്നെ എൻ്റെ മോള് ഫെഡപ്പായിട്ട് പറഞ്ഞു, ഇനി എനിക്ക് വേണ്ട, ഞാൻ പഠിക്കാൻ പോകണമെന്ന് പറഞ്ഞ് അവളുടെ ഇതൊക്കെ ഫാഷൻ ഡിസൈനൊക്കെ എടുത്ത് ചെന്നൈയിൽ പഠിക്കാനൊക്കെ പോയി. പക്ഷേ ഞാൻ അവളോട് ഒരു വാക്കേ പറഞ്ഞോളൂ, വിധിയുണ്ടെങ്കിൽ, നിനക്ക് ഇതാണെന്ന് വിധിച്ചിട്ടുണ്ടെങ്കിൽ ആര് തടുത്താലും ഇതില്ല. അല്ലെങ്കിൽ എവിടെയോ ജനിച്ച് ഞാൻ ചെന്നൈയിൽ വളർന്ന് ഞാൻ മലയാളത്തിൽ വരണമെന്ന് വിധിച്ച് ഇവിടെ ഒരു കല്യാണം കഴിക്കണം എന്നൊക്കെ എങ്ങനെയാണത്? അത് വിധി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വരും. നമ്മൾ അതിനു വേണ്ടി നമ്മുടെ ജോലിയിലേക്ക് അങ്ങ് മുമ്പോട്ട് പോവുക, തന്നെ തേടി വരും നിന്നെ. ഈ ഒരു വാക്ക് മാത്രമേ ഞാൻ അവളോട് പറഞ്ഞു. കറക്റ്റായിട്ട് ലണ്ടനിൽ മോള് പഠിക്കാൻ പോയപ്പോഴാണ് പ്രിയേട്ടൻ്റെ. അപ്പം ഞാൻ പ്രിയേട്ടനോട് ചോദിച്ചു, പ്രിയേട്ട ഈ ഒരു റോള് ഭയങ്കര ടഫല്ലേ? ഞാൻ ഇതുവരെ ഒരു ഡബിൾ റോൾ അഭിനയിച്ചിട്ടില്ല. ഇത് ഫസ്റ്റ് ഫിലിം, ഡ്യുവൽ റോൾ. മാത്രമല്ല എക്സെപ്റ്റ് മോള് ബാക്കി എല്ലാവരും വെരി വെൽ എക്സ്പീരിയൻസ്ഡ് ആർട്ടിസ്റ്റ്. ലാലേട്ടൻ, മധു സർ, സീമ ചേച്ചി, സിദ്ദിഖ്, ഇനി ആരില്ല അതിനകത്ത്, എല്ലാവരും ഉണ്ട്. അപ്പം ഞാൻ ചോദിച്ചു, എനിക്ക് കുറച്ച് ഒരു ടെൻഷനുണ്ട്. ആദ്യത്തെ പടമൊക്കെ വല്ല പ്രേമകഥയോ അങ്ങനെയൊക്കെ ഒരു നല്ല ഇതായിട്ടോ അങ്ങനെ എടുത്തിട്ട് വിട്ടാൽ പോരായിരുന്നോ ഇത് മാത്രം ഞാൻ ചോദിച്ചപ്പം ചേട്ടൻ പറഞ്ഞു, പ്രിയൻ ചോദിച്ചു, ഞാൻ നോ പറഞ്ഞില്ല. അവൾക്ക് നല്ലൊരു വരണം എന്ന് വിധിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ കൂടെ വന്നോളും, അല്ലെങ്കിൽ ഇതോടുകൂടി നിർത്തും, അത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞു. പക്ഷെ ഫസ്റ്റ് ഡേ ഷൂട്ടിങ്ങിന് പോയി. എൻ്റെ മൂത്ത മോളാണ് കൂടെ പോയത്. ആക്ച്വലി എൻ്റെ കീർത്തി വരണം എന്ന് ആഗ്രഹിച്ച് മുഴുവൻ രേവതിയാണ്. കുറേ പ്രാർത്ഥിച്ചിട്ടുണ്ട്, കുറേ ശ്രീരാമജയം എഴുതിയിട്ടുണ്ടായിരുന്നു രേവു. എന്നുവെച്ചാൽ ചേച്ചിയും അനിയത്തിയാണ്, ഷെയർ ചെയ്യും. അപ്പം അവർക്ക് എന്താണെന്ന് വെച്ചാൽ ഡോക്ടറിൻ്റെ മക്കൾ ഡോക്ടറാവുക, ടീച്ചറിൻ്റെ മക്കൾ ടീച്ചർ, എഞ്ചിനീയറിൻ്റെ വീട്ടിൽ എഞ്ചിനീയർ ആവും. നമ്മൾ അച്ഛൻ അമ്മയും സിനിമയിലാകുമ്പോൾ നമ്മൾ സിനിമയിൽ തന്നെ നിന്നാൽ മതി എന്ന് ഈ രണ്ടുപേരും തമ്മിൽ ഡിസിഷൻ എടുത്തിട്ടുണ്ട്. അത് അവർ തമ്മിലുള്ളൊരു ടോക്കാണ്. പക്ഷേ അവൾ നന്നായിട്ട് വരണം എന്നുള്ള ആഗ്രഹിച്ചത് അവളാണ്. അപ്പോൾ ഇവൾ അഭിനയിക്കാൻ പോകുന്നു ഞാൻ രേവതിയെ ആദ്യം വിളിച്ച് പറഞ്ഞപ്പം പൊട്ടിക്കറഞ്ഞു മോള് രേവതി. ആനന്ദാശ്രു. ഭയങ്കര സന്തോഷം. അമ്മ എനിക്കൊരു ഭയങ്കര സന്തോഷമാണെന്ന് അവൾ കരഞ്ഞപ്പോഴാണ് ഇതിൻ്റെ സീരിയസ്നെസ് ഇത്ര ഉണ്ടായിരുന്നോ എന്ന് പോലും ഞാൻ സുരേഷ് ഞാനും അറിയുന്നത്. പിന്നെ അത് അഭിനയിക്കാൻ പോയപ്പം ഞാൻ ഫോൺ ചെയ്യും, മോളെ വിളിക്കും, മോളെ ഷോട്ട് തുടങ്ങി. ഇല്ല, രാവിലെ പോയി, പക്ഷേ 10 മണിയായി 11 മണിയായി, ഷോർട്ട് ആയിട്ടില്ല എന്നൊക്കെ പറഞ്ഞു. എപ്പോൾ ഒരു 8 പ്രാവശ്യം ഞാൻ എൻ്റെ മോളെ വിളിച്ചു, അമ്മ ഞാൻ പ്രിയനങ്ങൾ അടുത്തുണ്ട് കൊടുക്കാം എന്ന് പറഞ്ഞ് പ്രിയേട്ടൻ്റെ കയ്യിലോട്ട്. ഇതിന് എത്രാമത്തെ പ്രാവശ്യമാണ് ഭാര്യയാവും ഭർത്താവും മാറി 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 വിളിക്കുന്നുണ്ട്. എനിക്കില്ലാത്ത ടെൻഷൻ എന്താ നിങ്ങൾക്കുള്ളത്? മിണ്ടാതെ ഫോൺ വയ്ക്കുന്നുണ്ടോ എന്ന് പറഞ്ഞു. അപ്പം പിന്നെ ഞാൻ വിളിക്കാൻ പോയില്ല. സുരേഷ് ഏട്ടനെയും പ്രിയേട്ടൻ ചീത്ത പറഞ്ഞെന്ന് പറഞ്ഞ് വിളിക്കാൻ പോയില്ല. പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് വിളി വന്നു. ഫസ്റ്റ് ഷോട്ട് ഓക്കെയാണ്, ഫസ്റ്റ് ഷോട്ട് ഫസ്റ്റ് ടേക്കിൽ ഓക്കെ എന്ന് മതി, അത്രയും മതി. നമുക്ക് സാധാരണ ഒരു ബിഗ് ബഡ്ജറ്റ് തമിഴ് ചിത്രമൊക്കെ വരുമ്പോൾ നമ്മളിങ്ങനെ
എക്സൈറ്റഡ് ആണോ? അയ്യോ ഇതാ ഒരു ബിഗ് ബജറ്റ് ചിത്രം വരുന്നു, അങ്ങനെ നോക്കുമ്പോഴാണ് കിറ്റി വിജയ് ഉള്ള സിനിമ. എങ്ങനെ ചേച്ചി ഫസ്റ്റ് ഡേ പോവോ? എങ്ങനെ കിറ്റി ആ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യും അമ്മോട്? ശരിക്കും പറഞ്ഞാൽ അവൾ ഇങ്ങനെ ഒന്നും തുറന്നു പറയുന്ന ഒരു ക്യാരക്ടറല്ല. വലിയ സന്തോഷം കാണിക്കത്തില്ല, വലിയ ഓവർജോയ്ഡും അല്ല. അതെ, ഒരു പിന്നെ എനിക്ക് അടുത്ത പടം ഏതാണ്, നീ ആരുടെ വർക്ക് ചെയ്യുന്നുണ്ട് എന്നൊക്കെ ഞാൻ ചോദിക്കും. അമ്മ എല്ലാം റെഡി ആയിട്ടേ ഞാൻ പറയുള്ളൂ, കൺഫേം ആകാതെ അമ്മ അടുത്ത് പറയില്ല എന്ന് പറയും. അപ്പോൾ പിന്നെ അവളായിട്ട് ഇങ്ങോട്ട് പറയട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ ഒരു സമയം ഒരു സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞു. എന്താണ്? അപ്പോൾ ഞാൻ വിജയ് സാറിൻ്റെ കൂടെ അഭിനയിക്കുകയാണ് അതെന്ന് പറഞ്ഞു. അപ്പോൾ ഭയങ്കര ഒരു ഹാപ്പി. എന്നുവെച്ചാൽ വിജയുടെ അച്ഛൻ്റെ ഡയറക്ഷനിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട് തമിഴിൽ, ഓം ശക്തി എന്നുള്ള പടത്തിൽ. അന്ന് വിജയ് കുഞ്ഞ, വിജയും വിജയുടെ ഒരു സിസ്റ്ററും കൂടെയാണ് അന്ന് വന്നിരുന്നത്, വിദ്യ. അപ്പോൾ വിജയ് കൊച്ചാണ്. ശരിക്കും പറഞ്ഞാൽ ഞാൻ വിജയുടെ കൂടെ പടിക്കെട്ടിൽ കയറി കളിക്കുമായിരുന്നു. ശരി. ഷൂട്ടിംഗ് കഴിഞ്ഞിട്ട് ഞാനും അവരും ഒക്കെ കളിക്കുമായിരുന്നു. ഇത് കണ്ടിട്ട് വിജയുടെ അമ്മ ഷോ ചേച്ചി എന്നോട് പറയും, ഇത് ഒരു ഹീറോയിനെ തോന്നുന്നില്ല എന്ന് പറയും. അങ്ങനെയാണ് ഞാൻ കളിച്ചുകൊണ്ട്. അപ്പം ഇപ്പോഴും വിജയുടെ അമ്മയുമായിട്ട് നല്ലൊരു കോണ്ടാക്റ്റാണ്. പക്ഷെ എന്നും പറഞ്ഞ് നമ്മളൊരു പടത്തിൻ്റെയോ അതിനൊന്നും ഞാൻ പോയിട്ട്. അപ്പോൾ ഇവരുടെ അമ്മ എന്നോട് പറഞ്ഞു, മോൻ്റെ കൂടെ അഭിനയിക്കല്ലേ മോളെന്ന് പറയാം. അപ്പം അവളെ പോലെ നമുക്കും ഒരുപാടൊന്നും ഒത്തിരി നമ്മളൊന്നും കാണിക്കുന്നുമില്ല. ഹാപ്പിയാണ്. നാച്ചുറലി വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. വളരെ പ്രൊഫഷണലായിട്ട് ചെയ്യട്ടെ എന്നുള്ള ഒരു. പിന്നെ അവൾ വളരെ ചൂസിയാണ്. കഥ നന്നായിരിക്കണം, പിന്നെ ക്രൂ നല്ലതായിരിക്കണം, വളരെ ചൂസിയായിട്ട് ചെയ്യത്തുള്ളൂ. അത് ആദ്യം ഒക്കെ ഞാൻ കഥ കേൾക്കുമായിരുന്നു. ഈ രജനി മുരുകൻ്റെ കഥ ഞാൻ കേൾക്കുമായിരുന്നു, ഇതേന്ന മായത്തിൻ്റെ കഥ ഞാൻ കേൾക്കുമായിരുന്നു. പിന്നെ ഞാൻ കഥ കേട്ട് പിന്നെ ഞാൻ അത് അവളെ പറഞ്ഞ് മനസ്സിലാക്കിപ്പിച്ച് പിന്നെ അവർ പോകുമ്പം ഇറ്റ് ടേക്സ് ടൈം. ഞാൻ ട്രിവാൻഡ്രത്തും മോള് അവിടെയുണ്ട്. അപ്പം ഞാൻ ഡയറക്റ്റായിട്ട് മോള് തന്നെ കേൾക്കുക, എന്നാലേ നമുക്കൊരു ഐഡിയ കിട്ടുള്ളൂ നമുക്കത് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന്. ഞാൻ കേൾക്കുമ്പോൾ എൻ്റെ ഒരു വ്യൂവിലേ ഞാൻ കേൾക്കുള്ളൂ, മോളുടെ വ്യൂവിലായിരിക്കില്ല. സോ മോള് തന്നെ കേട്ടു. അപ്പോൾ അവൾ തന്നെ കേൾക്കാനുള്ള ഇതേ. അപ്പോൾ അങ്ങനെ എല്ലാ കഥകളും അവൾ തന്നെ കേൾക്കും, അവൾ തന്നെ ഡിസൈഡ് ചെയ്യും. അങ്ങനെ ഒരു കാര്യത്തിൽ ഇടപെടാറില്ല എനിക്ക്. ബിക്കോസ് എനിക്ക് തോന്നുന്നു സിനിമ കുടുംബത്തിൽ നിന്ന് പോയതുകൊണ്ട് അതിൻ്റെ ഫുൾ സ്ട്രക്ചർ അവൾക്കറിയാം. എനിക്കൊന്നും പഠിപ്പിക്കേണ്ട കാര്യമില്ല. ഞാൻ വന്നത് 10-15 വയസ്സിലാണ്. എനിക്ക് എന്താണെന്ന് അറിയില്ല, ഇൻഡസ്ട്രി എന്താണെന്ന് അറിയില്ല. പക്ഷെ മോള് വന്നത് നല്ല കോളേജ് എഡ്യൂക്കേഷൻ എല്ലാം കഴിഞ്ഞ് വെൽ പ്രിപ്പയർഡായിട്ട് വന്നതുകൊണ്ട്, അതും ഫിലിം ഫീൽഡിൽ നിന്ന് തന്നെ ആയതുകൊണ്ട്, ഫാമിലിയിൽ നിന്ന് ആയതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഭയങ്കര എല്ലാവരും കൂടെ ഫിലിം വീട്ടിലിരിക്കുമ്പോൾ ചേച്ചി എത്രത്തോളം ചർച്ചകൾ വരും? എന്നുവെച്ചാൽ അച്ഛൻ പ്രൊഡ്യൂസറാണ്, അമ്മ ആക്ട്രസ്സാണ്, കിറ്റി ആക്ട്രസ്സാണ്, രേവു അക്കാഡമിക് ഒരു ഫിലിം അക്കാഡമീഷ്യനാണ്. അപ്പം സത്യം ഞാൻ 4 പേരും 4 മുക്കിലാണ്. ഒരിക്കലും, അതായത് നമ്മുടെ ഒരു കുടുംബക്കാര്യം സംസാരിക്കാനേ നേരം കിട്ടാറില്ല. അതിൻ്റെ ഇടയിൽ ഫിലിമിനെ കുറിച്ച് ഒന്നും സംസാരിക്കാറില്ല. പല കാര്യങ്ങളും ഞാൻ സുരേഷ് ഏട്ടൻ്റെ അടുത്ത് നിന്ന് അറിയുന്നത്, സുരേഷ് ഏട്ടൻ ആരുടെത്തെങ്കിലും ഫോണിൽ കൂടെ സംസാരിക്കുമ്പോൾ ഓ ഇതാണെന്ന്. ഇപ്പം ഇന്ന് തന്നെ എറണാകുളത്ത് പോയിരിക്കുകയാണ്. സുരേഷ് ഏട്ടൻ ഒരു പടം അഭിനയിക്കുകയാണ്, രാംലീല എന്നുള്ള, അതിൻ്റെ ഡബ്ബിങ്ങിന് വേണ്ടി പോയിരിക്കുകയാണ്. പോയതിന് ശേഷമാണ് ഞാൻ അറിഞ്ഞത്. ഞാൻ ഉറക്കമായിരുന്നു. പോയി എന്ന് പറഞ്ഞേക്കണേന്ന് പറഞ്ഞിട്ട് പോയി എന്ന് പറഞ്ഞു. അങ്ങനെയാണ് കാര്യങ്ങളായിരുന്നു. പക്ഷെ നമ്മൾ സിനിമയെക്കുറിച്ച് വീട്ടിൽ ചർച്ചയേ ഇല്ല. കഴിയുന്നതും നമ്മൾ ഫാമിലി മാറ്റേഴ്സേ ഉള്ളൂ. സിനിമയെക്കുറിച്ച് വലിയ ചർച്ച കാണൂല. പക്ഷെ എന്തോ എല്ലാം ദൈവാധീനം കൊണ്ടങ്ങ് നടന്നു പോകണം. എല്ലാവരും ഇൻഡസ്ട്രിയിൽ ഉണ്ടെങ്കിൽ മലയാള സിനിമയ്ക്ക് കൂടുതൽ പുതുതലമുറകൾ വീണ്ടും വരണം. അത്തരത്തിലൊരു പദ്ധതി വിഭാവനം ചെയ്തിട്ടാണ് രേവതി കലാമന്ദിർ എന്നുള്ളൊരു സ്കൂൾ, ഫിലിം സ്കൂൾ. എത്രത്തോളം സാറ്റിസ്ഫൈഡ് ആണ് ഇതിൽ? എങ്ങനെയൊക്കെ അത് പോകുന്നു? ഇപ്പം തുടങ്ങി വരുന്നതേ ഉള്ളൂ. 2 കൊല്ലം കഴിയുന്നതേ ഉള്ളൂ. എല്ലാ ഫംഗ്ഷനും ഞാൻ വരാറുണ്ട്. ഈവൻ യു നോ ബെറ്റർ, എല്ലാ കാര്യങ്ങളും അറിയാം. എന്നാലും അത് ശരിക്കും അതിൻ്റെ ബാക്ക് ബോൺ എന്ന് പറയുന്നത്, അതിൻ്റെ ഒരു ശക്തി എന്ന് പറയുന്നത് സുരേഷ് ഏട്ടനാണ്. സുരേഷ് ഏട്ടൻ്റെ ആ സിനിമയുമായിട്ടുള്ളൊരു പാഷൻ ശരിക്കും പറഞ്ഞാൽ ഞാൻ ലക്കിയാണ്. അങ്ങനെ ഒരാളെ കല്യാണം കഴിച്ച സിനിമയിൽ നിന്ന് പോയി കല്യാണം കഴിക്കും. ചിലപ്പോൾ ഞാൻ വേറെ ഏതെങ്കിലും ഒരു ഫീൽഡിലുള്ളവരാണെങ്കിൽ എനിക്കിതിനെ കുറിച്ചൊന്നും അറിയത്തില്ല. പക്ഷെ സുരേഷ് ഏട്ടൻ ശരിക്കും പറഞ്ഞാൽ സിനിമ ലവറാണ്, സിനിമാ പ്രേമിയാണ്. അപ്പോൾ പുതിയ ആളുകൾ വരണമെന്നും പറഞ്ഞിട്ടാണ് നീലത്താമരയിലും ഇതിലൊക്കെ ചട്ടക്കാരിയിലും പിന്നെ രതി നിർവ്വത്തിലൊക്കെ ഒത്തിരി പേരൊക്കെ ഇൻട്രൊഡ്യൂസ്, സിംഗേഴ്സായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇപ്പോൾ പുതിയ പടമും
മാച്ച് ബോക്സ് എന്നുള്ള ഒരു സിനിമയും പുതിയ പിള്ളേരെ കൊണ്ടാണ് എല്ലാം ചെയ്യിപ്പിക്കുന്നത്. ശിവറാം മോനിയാണ് എന്ന് വെച്ചാൽ ഷോർട്ട് ഫിലിമിനൊക്കെ നാഷണൽ അവാർഡ് കിട്ടിയ വളരെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരാളാണ്. ആനന്ദം പടത്തിൽ അഭിനയിച്ച പിള്ളേരാണ് അതിൽ ഇത് ചെയ്യുന്നത്. കെന്നിയും പിന്നെ നിഖിൽ ഇവരൊക്കെയാണ് സ്ക്രിപ്റ്റ് എഴുതുന്നത്. അവർ വന്ന് പറഞ്ഞപ്പോൾ തന്നെ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടിയെടുക്കുന്ന ഒരു ഫിലിമാണ്. ആ ലൊക്കേഷനിൽ ഞാനൊരു ദിവസം പോയപ്പോൾ എനിക്ക് ഫീൽ ചെയ്തത് അതിൽ ആരൊക്കെയാണ് സിനിമയിലുള്ളത് എന്ന് വെച്ചാൽ എല്ലാവരും ഒരേപോലെ ഒരേ ശബ്ദത്തിൽ, സ്ക്രിപ്റ്റ് റൈറ്ററും ഒരു ലുങ്കിയൊക്കെ കൊടുത്ത്, അസോസിയേറ്റ് ഡയറക്ടറും അതേപോലെ എല്ലാവരും ദേ ആർ പുട്ടിങ് ദെയർ ഹാർട്ട് ആൻഡ് സോൾ ഓടി നടക്കുക. ഭയങ്കര എനിക്ക് തോന്നുന്നു ഞാൻ ഫസ്റ്റ് ഡേ തന്നെ അവരുടെ വർക്ക് കണ്ടപ്പോഴേക്കും അവരുടെ ഡെഡിക്കേഷൻ വളരെ നന്നായിട്ട് വരാന്നുള്ള സാധ്യത. പക്ഷേ ഒരു ലഞ്ച് ശരിക്കും എനിക്ക് തോന്നിയത് സുരേഷ് ഏട്ടനൊക്കെ എപ്പോഴും പറയാറുള്ള പോലെ ഒട്ടും സമയം കളയുന്നില്ല. ലഞ്ച് ബ്രേക്ക് ഞാൻ കണ്ടേയില്ല. വളരെ പെട്ടെന്ന് വരുന്നു, 10 മിനിറ്റ് കൊണ്ട് ഉദ്ദേശിച്ചതിനേക്കാൾ വേഗം ഷൂട്ടിംഗ് തീർന്നു. ഡെയിലി നൈറ്റ് ഷൂട്ടൊക്കെ ഉണ്ടായിരുന്നു, തീർന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതുപോലെ ഞാൻ എന്തുകൊണ്ട് ഇത് പറയണമെന്ന് വെച്ചാൽ എല്ലാ നല്ല ആൾക്കാർ, പുതിയ ആൾക്കാർ വരണം എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് ഉള്ളത് കൊണ്ടാണ് സുരേഷ് ഏട്ടൻ ഈ ഒരു സ്ഥാപനം RKFA രേവതി കലാമന്ദിർ ഫിലിം അക്കാദമി തുടങ്ങിയത്. അതിപ്പം ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ കോഴ്സസ് എന്ന് പറയുന്നത് ഡയറക്ഷനും ഫോട്ടോഗ്രാഫി, സിനിമാറ്റോഗ്രാഫി, ഇത് രണ്ടിനും 2 കൊല്ലമാണ്. പക്ഷെ മസ്റ്റായിട്ട് ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ചെയ്തിരിക്കും. പിന്നെ വീഡിയോഗ്രാഫി, പിന്നെ ഡിജിറ്റൽ ഫിലിം മേക്കിംഗ്, പിന്നെ ആക്ടിങ്, എഡിറ്റിംഗ്, പിന്നെ സൗണ്ട് ഡിസൈൻ. ഇതിന് ജസ്റ്റ് ഒരു 12th സ്റ്റാൻഡേർഡ് പാസ് ചെയ്താൽ മതി. ഒരു വർഷമാണ് അതിൻ്റെ എല്ലാ ഇതുകൊണ്ട്. പിന്നെ നമ്മൾ ആദ്യം ഒരു ടെസ്റ്റ് ഇത് എടുത്ത് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് നെറ്റിൽ കൂടെ നമുക്ക് ചോദ്യങ്ങളെല്ലാം ഇത് ചെയ്ത് അതിന് സെലക്ട് ചെയ്തിട്ട് പിന്നെ ഇൻ പേഴ്സൺ ഇൻ്റർവ്യൂ വെച്ചാണ് നമ്മൾ എടുക്കുന്നത്. എനിക്കതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ഷോർട്ട് ഫിലിം കോൺടെസ്റ്റ്. എത്ര പേരാണ് അപ്ലൈ ചെയ്തത്? എനിക്കറിയാവുന്ന തന്നെ ഒത്തിരി ആൾക്കാർ അപ്ലൈ ചെയ്തു. ഡേറ്റ് കഴിഞ്ഞിട്ടും എന്നോട് പോലും വിളിച്ചു ചോദിച്ചവരുണ്ട്, ഡേറ്റ് കഴിഞ്ഞോ, എന്നാണ് ലാസ്റ്റ് ഡേറ്റ്. എങ്ങനെയുണ്ടായിരുന്നു? ചേച്ചിയും അതിലൊരു ജൂറി ആയിരുന്നു. അല്ല, ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് എൻ്റെ മോള് രേവതി പഠിക്കാനായിട്ട് സ്റ്റേറ്റ്സിൽ പോയപ്പം ഈ ഒരു 5 മിനിറ്റ്സിൻ്റെ ഷോർട്ട് ഫിലിം 24 hours ചെയ്യണം എന്നുള്ളൊരു ടീം മോള് അവിടെ പഠിക്കാൻ പോയപ്പോൾ മോക്ക് കിട്ടിയായിരുന്നു. മോള് അങ്ങനെ ഒരു ഇത് ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ അതെന്തുകൊണ്ട് നമുക്കിവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൂടാ എന്ന് പറഞ്ഞു. അപ്പം ഞാനും ചോദിച്ചു, 5 മിനിറ്റ് കൊണ്ട് 24 hours അവർ എടുക്കുക എന്ന് പറഞ്ഞാൽ നടക്കുമെന്ന്. അപ്പോൾ അവിടെയൊക്കെ നമ്മളത് ചെയ്യാറുള്ളതാണ്. അപ്പോൾ അത് നമുക്ക് ഇവിടെ ചെയ്താൽ അതൊരു ഭയങ്കര ഇതുവരെ എനിക്ക് തോന്നുന്നു വേറെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലും അതില്ല. അത് ഉള്ളതായിട്ട് ഞാൻ അറിയാം. ചേച്ചി അതിലൊരു ജൂറിയാണ്. എങ്ങനെയുണ്ടായിരുന്നു ചേച്ചി? ഞാൻ ജൂറി എന്ന് പറയുന്നത് നമ്മുടെ സ്ഥാപനമായതുകൊണ്ട് ഞാൻ. പക്ഷെ കഴിഞ്ഞ തവണ ശ്രീകുട്ടേട്ടൻ, GS വിജയൻ ചേട്ടൻ, പിന്നെ സുരേഷ് ഉണ്ണിത്താൻ സാർ, ഇങ്ങനെ ബാലുക്കിരിയത്ത് ഈ വർഷം, ബാലേട്ടൻ ഇപ്രാവശ്യം, മധുപാൽ, പിന്നെ S കുമാരേട്ടൻ, ഇവരെല്ലാവരും ഈ തവണ. സോ അപ്പം നമുക്കങ്ങനെ അവരെല്ലാവരും നോക്കിയാണ് തീരുമാനിക്കുന്നത്. ചിലപ്പോൾ ചില തീം വളരെ ഭംഗിയായിരിക്കും, ടേക്കിംഗ് മോശമായിരിക്കും. ചിലപ്പോൾ ടേക്കിംഗ് നന്നായിരിക്കും, നമ്മൾ ഉദ്ദേശിച്ച സബ്ജക്റ്റ്. അപ്പോൾ അതൊക്കെ ബേസ് ചെയ്തിട്ടാണ് ജൂറിയായിട്ട് നമ്മൾ തീരുമാനിക്കുന്നത്. പിന്നെ നമുക്ക് ഇത്രയും കൊടുക്കണം എന്നുള്ളൊരു ഷോർട്ടേജ് ഉള്ളതുകൊണ്ട് അത് മാത്രമേ നമുക്ക് കാണിക്കാൻ പറ്റുള്ളൂ അന്ന്. അതിന്ന് പിന്നെ ഓഡിയൻസ് പോളും ഉണ്ട്. ഫസ്റ്റ് പ്രൈസ് സെക്കൻഡ് പ്രൈസ് അല്ലാതെ നമുക്ക് ഓഡിയൻസിൻ്റെ. പിന്നെ സുരേഷ് ചേട്ടൻ എന്നിട്ട് വന്ന് പറഞ്ഞു, നമ്മൾ ഫസ്റ്റ് പ്രൈസ് സെക്കൻഡ് പ്രൈസ് മാത്രമാണ് പറഞ്ഞത്. അപ്പോൾ സുരേഷ് ചേട്ടൻ പറഞ്ഞു, ഇതിൽ നല്ല ആക്ട്രസ്സോ ആരെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടെ നമുക്ക് ആഡ് ചെയ്യാം, എന്നിട്ട് എഴുതി വെക്കാൻ പറയും. അവരൊക്കെ പേര് എഴുതി വെക്കുക. നാളെ ഫിലിം നമ്മൾ എടുക്കുകയാണെങ്കിലോ ആരെങ്കിലും ക്യാരക്ടേഴ്സ് വേണം ചോദിക്കുകയാണെങ്കിൽ നമ്മൾ ഇവരെ സജസ്റ്റ് ചെയ്യാവുന്ന. അത് അങ്ങനെ പുതിയ ആൾക്കാർ വരണം. സുരേഷ് ചേട്ടൻ്റെ ഒരു ആഗ്രഹം ആണ് അത് ഞാൻ അവിടെ നോക്കുന്നത്, സുരേഷ് ചേട്ടൻ്റെ ഇതിൽ. അപ്പോൾ ഈ 24 hours-ൻ്റെ ഇത് ഇന്ന് രാവിലെ 10 മണിക്ക് നമ്മളൊരു സബ്ജക്റ്റ് പറയുകയാണെങ്കിൽ നാളെ 10:30 നമുക്ക് സബ്മിറ്റ് ചെയ്യണം. അപ്പോൾ അത് ഇവിടെ ട്രിവാൻഡ്രത്തുണ്ട്, തൃശ്ശൂരിലുണ്ട്, കാലിക്കറ്റിലുണ്ട്, പിന്നെ എറണാകുളത്ത്, 4 സോണിലായിട്ടാണ്. എല്ലാ സ്ഥലത്തും 4 സോണിലുണ്ട്. അപ്പം അവിടെ നിന്ന് കളക്ട് ചെയ്യാനായിട്ട് അതാത് സ്ഥലങ്ങളിൽ നമ്മുടെ പിള്ളേർ പോയി കളക്ട് ചെയ്യാനായിട്ട് ഏർപ്പാട് ചെയ്യും. 10:30 ആകുമ്പോൾ അവർ എത്തിച്ചിരിക്കണം. അല്ലാണ്ട് അത്രയും ദൂരം ഇവിടെ വരണമെന്നില്ല. പിന്നെ അവരുടെ ഗ്രൂപ്പിൽ നിന്ന് എല്ലാവരും വരണമെന്നില്ല. ലാസ്റ്റ് ഇയർ ഒരാൾ വന്നാൽ മതി എന്നാണ് പറഞ്ഞിരുന്നത്. ഇത്തവണ നമ്മൾ നെറ്റിൽ കൂടെയാണ്, നേരിട്ട് വരണമെന്നില്ല. നെറ്റിൽ കൂടെ 24 hours-ൻ്റെ അറിഞ്ഞാൽ മതി. 10 o'clock സ്റ്റാർട്ട് ചെയ്ത് പിറ്റേ ദിവസം 10:30. ഗ്രേസ് ടൈം 1/2 hour ആണ്. കഴിഞ്ഞ തവണയൊക്കെ വന്നപ്പം പിള്ളേർ 10:30, 11:30 സാറേ ഞങ്ങൾ തീർത്തിട്ടുണ്ടെന്നൊക്കെ. നമുക്ക് സുരേഷ് ഏട്ടൻ വഴിയിൽ ഒരുപാട് പേര് അവരുടെ വാങ്ങിച്ചുകൂടെയും ചോദിക്കും. അപ്പോൾ എൻ്റെ മോള്
10:30 അത്രയേ ഉള്ളൂ അച്ഛാ. അതിന് കൂടുതലാണെങ്കിൽ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പാടില്ല. അതാണ് അതിൻ്റെ ഒരു എന്താ പറയുക, അതിൻ്റെ ഒരു ത്രില്ലെന്ന് പറയുന്നത്. എന്താ പറയുക, അപ്പം അങ്ങനെ നമ്മൾ കുറേ നോക്കി അതിൽ നിന്ന് ശരിക്കും 5 മിനിറ്റിനകത്ത് ആ ഒരു സബ്ജക്റ്റ് ഒരു എത്ര ഭംഗിയായിട്ട് ഓരോരുത്തർ ചെയ്തിരിക്കുന്നത്, എക്സ്പെക്ട് ചെയ്യാത്ത രീതിയിലൊക്കെ ചെയ്തിട്ടുണ്ട്. ചേച്ചിയുടെ എക്സ്പീരിയൻസ് അതിനൊരു വലിയ ഘടകമാണ്. ഇപ്പം പ്രേം നസീർ ഫൗണ്ടേഷൻ്റെ നമ്മളൊരു സെലിബ്രേഷൻ കഴിഞ്ഞേ ഉള്ളൂ. നസീർ സാറിൻ്റെ കൂടെയും അഭിനയിച്ചു. ഇപ്പോഴും വളരെ യങ് ആയിട്ട് നിൽക്കുന്നു. നമുക്ക് കിറ്റിയുടെ രഘുവിൻ്റെ അമ്മയാണെന്ന് തോന്നില്ല. എന്താണ് ഇതിൻ്റെ രഹസ്യം? ഹൗ ഡു യു ട്രീറ്റ് യുവർ സെൽഫ്? നസീർ സാറിനെ കുറിച്ചാണോ ചോദിക്കുന്നത്? ആദ്യം നസീർ സാർ, പിന്നെ ഈ ഒരു രഹസ്യം. എന്താ പറയുക, നസീർ സാർ എന്ന് പറഞ്ഞാൽ ഗ്രേറ്റ്. ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കൂടെയൊക്കെ നമ്മൾ വർക്ക് ചെയ്തു എന്ന് പറഞ്ഞാൽ തന്നെ ഒരു പറയാൻ തന്നെ വളരെ സന്തോഷമുള്ള കാര്യമാണ്. നസീർ സാർ എനിക്ക് തോന്നുന്നു എൻ്റെ ആദ്യത്തെ സിനിമ ഒപ്പോളിൽ ഞങ്ങൾ ഷൂട്ടിങ്ങിൽ ഇരിക്കുമ്പോഴേക്കും സേതുമാധവൻ സാർ വന്നിട്ട് പറഞ്ഞു, മോളൊന്ന് വെളിയുക, നസീർ സാർ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. എനിക്ക് ഭയങ്കര ഷോക്കായി പോയി. എന്നുവെച്ചാൽ നസീർ സാറിൻ്റെ ഒരുപാട് തമിഴ് പടം ഞാൻ കണ്ടിട്ടുണ്ട്, മലയാള പടം ഒന്നും കണ്ടിട്ടില്ല. എനിക്ക് മലയാള പടം തമിഴ് പടം ഒരുപാട് പടം അദ്ദേഹത്തിൻ്റെ കണ്ടിട്ടുണ്ട്. അപ്പം പാലും പഴമുമ്പിലൊക്കെ നസീർ സാർ ഭയങ്കര സുന്ദരനാണ്, ലാസ്റ്റ് സീനിൽ വരും. അപ്പോൾ ഞാൻ ചോദിച്ചു, അമ്മ ഇത് ആരമ്മാന്ന് ചോദിച്ചു. ഇതാണ് പ്രേം നസീർ. എൻ്റെ അമ്മയാണെങ്കിൽ ഒരു സിനിമ എന്താ പറയാൻ ഡിക്ഷണറി, സിനിമയെക്കുറിച്ച് ഏത് എൻസൈക്ലോപീഡിയ എന്ത് വേണമെങ്കിലും, ബോംബെയിൽ ദിലീപ് കുമാർ സാറിനെ കുറിച്ച് ചോദിക്കണോ, അല്ലെങ്കിൽ ദേവാനന്ദ് അവരെ ഏത്, കന്നഡത്തിൽ കല്യാണകുമാർ, രാജ്കുമാർ സാർ, ഇവരാണ് ഏറ്റവും. അപ്പോൾ അവരുടെ കഥയെല്ലാം പറയും. എൻ്റെ അമ്മയുടെ ആ ഒരു ഇതാണ് എനിക്ക് ഭയങ്കരമായിട്ട് എല്ലാവരെയും അറിയാം. ഇപ്പോൾ ഏതെങ്കിലും പഴയ ആർട്ടിസ്റ്റിനെ കാണുമ്പോഴേക്കും സാർ പറയുമ്പോൾ എങ്ങനെ അറിയാം, പലരും പറയും. ഇപ്പോൾ വിജയകുമാരി അമ്മയെ കാണുമ്പോഴേക്കും വിജയകുമാരി അമ്മ നമസ്കാരം, എൻ പേര് ഉനക്ക് തെരിയുമാ, இப்போ வர பசங்களுக்கெல்லாம் என்னெல்லாம் யாருன்னே தெரியறதில்லை, ஆனால் நீ இவ்வளோ ஞாபகமாக சொல்கிறேன், எங்கள் அம்மாவால் தான் எனக்கு அது செய்ய முடிஞ்சது அப்படின்னு. എന്നുവെച്ചാൽ അമ്മ അങ്ങനെ എനിക്ക് എല്ലാ കാര്യങ്ങളും പറയും. അപ്പോൾ അങ്ങനെ എൻ്റെ അമ്മ പറഞ്ഞു കൊടുത്തിട്ടാണ് നസീർ സാറിൻ്റെ കാര്യങ്ങളറിയാം. അപ്പം ഞാൻ നസീർ സാർ പണ്ട് പറയും അത്ര, സാർ തമിഴ് പടങ്ങളിൽ അഭിനയിക്കുമ്പം തെറ്റായിട്ട് അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ, തമിഴ് തെറ്റായിട്ട് പറഞ്ഞെങ്കിൽ കോയിൻ ഇടും അത്ര ഉണ്ടിയിൽ. ആദ്യം ഒരുപാട് പൈസ ഉണ്ടായിരുന്നെന്ന്, പിന്നെ 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 പൈസ ഇല്ലാതെ, അപ്പം തമിഴ് നന്നായിരുന്നു. അപ്പം ഞാനത് അന്ന് എടുത്ത് ചോദിച്ചു, അപ്പം സാർ എങ്ങനെ ഇതൊക്കെ നിനക്ക് അറിയാമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ അമ്മ പറഞ്ഞത്. അപ്പം അമ്മ ഭയങ്കര ഇതാണല്ലോ സിനിമയെക്കുറിച്ച്. അപ്പം അങ്ങനെ നമുക്കറിയാം സാറിനെ കുറിച്ച്. അതിന് ശേഷം കുറേ പടങ്ങൾ അഭിനയിച്ചു, മോളായിട്ട് അഭിനയിച്ചു, മരുമകളായിട്ട് അഭിനയിച്ചു, എന്തിന് ഭാര്യയായിട്ട് അഭിനയിച്ചു. അതെ, ആ ഒരു ആഗ്രഹം, എന്ത് ഡ്യുവറ്റ് പാടിയില്ലെന്നേ ഉള്ളൂ, പക്ഷേ അഭിനയിച്ചു. അത് കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇവിടെ സ്റ്റേറ്റ്സിൽ പോയി. അപ്പോൾ അവിടെ പോയപ്പോൾ ഉള്ള കാര്യങ്ങൾ ഒരിക്കലും എനിക്ക് മറക്കാൻ പറ്റില്ല. കാരണം സുരേഷ് ഏട്ടൻ കല്യാണം കഴിഞ്ഞ് അവിടെ ചെന്നപ്പം സുരേഷ് ഏട്ടനും ശങ്കരേട്ടനും ഉണ്ടായിരുന്നു. ശങ്കരേട്ടനും ഷാനവാസ്, ഇവർ 3 പേരും ഒന്നാണ്. എന്നെ അങ്ങ് ഒറ്റയ്ക്കാക്കി എവിടെയെങ്കിലും അങ്ങ് പൊക്കളയും. അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ലോൺലിനെസ് ഫീൽ ചെയ്യായിരുന്നു. നാദിയ മൊയ്തിൻ്റെ അമ്മ, പിന്നെ നാദിയ കല്യാണം കഴിക്കാൻ പോകുന്ന സിരീഷ്, പിന്നെ അതിൻ്റെ അവരെല്ലാം വേറൊരു വീട്ടിലാണ്. അവരൊക്കെ ഓരോരു വീട്ടിലാണല്ലോ താമസിക്കുക. ഞാനിവിടെ ഒറ്റയ്ക്ക് ഇരിക്കും. അവസാനം നാദിയയുടെ അമ്മ പറഞ്ഞു, സുരേഷ് അവളെ എപ്പോഴും ഇങ്ങനെ ഒറ്റയ്ക്ക് എന്നാൽ നീ ഒരു കാര്യം, നീയും അവളും അവിടെ വന്ന് താമസിക്കും, അപ്പോൾ പിന്നെ ഞങ്ങൾ അവളെ കൊണ്ടുപോയിക്കൊള്ളാന്ന്. അപ്പോൾ ഈ സുരേഷ് ഏട്ടനാണെങ്കിൽ ശങ്കരേട്ടനെയും ഷാനവാസിനെ വിടാനും വയ്യ, എന്നെ ഇങ്ങോട്ടാക്കാനും വയ്യ. അപ്പോൾ എന്നെ ഒറ്റയ്ക്ക് വിടും. അപ്പോൾ ഭയങ്കര വിഷമമാണ്. അപ്പോൾ എല്ലാം നസീർ സാറിൻ്റെ അടുത്ത് പറയും. സോൾട്ട് ലേക്ക് സിറ്റി എന്നുള്ള സ്ഥലത്ത് ചെന്നിട്ട് എനിക്ക് ഒരിക്കലും വെജിറ്റേറിയൻ കിട്ടൂല, എന്നെ മറന്നു പോകും സുരേഷ് ഏട്ടൻ. അപ്പോൾ നസീർ സാർ പറയും, എനിക്ക് ഓർമ്മയുണ്ട്, ഒരു വെജിറ്റേറിയൻ, സാറേ ഓർക്കുള്ളൂ, ഒരു വെജിറ്റേറിയൻ ടിക്കറ്റ് എടുക്കുമ്പോഴെല്ലാം ഒരു വെജിറ്റേറിയൻ, മോള് ഞാനുണ്ട്, വിഷമിക്കേണ്ടത്. എന്നിട്ട് പറയും, ചെറിയ പിള്ളേരല്ലേ, വിട്ടേക്ക്, ഞാൻ കൂടെ നിൽക്കാം കേട്ടോ, വിഷമിക്കേണ്ടത്. എനിക്കൊരിക്കലും മറക്കാൻ പറ്റില്ല. ഇങ്ങനെ സാറിൻ്റെ കൂടെ ഷൂട്ടിങ്ങിൽ പോലും എനിക്ക് ഇത്രയും അനുഭവം കിട്ടിയില്ല. 2 മാസം അവിടെ സാറിൻ്റെ കൂടെ പോയിരുന്നപ്പോഴേക്കും ഭയങ്കര ഒരു ഇത്രയും ചേച്ചി പറഞ്ഞ കാര്യങ്ങൾ കെയിം ഫ്രം യുവർ ഹാർട്ട്. അപ്പോൾ അത്രയും സന്തോഷത്തോടുകൂടി അത്രയും വലിയ സ്ട്രോങ് ബന്ധങ്ങളായിരുന്നു അന്നത്തെ. ഇന്ന് ആ ബന്ധങ്ങളൊക്കെ ഒരു ശൈഥില്യം വന്നു എന്ന് തോന്നുന്നുണ്ടോ ചേച്ചിക്ക്? കുറഞ്ഞു എന്ന് തോന്നുന്നുണ്ടോ? ഒരുപാട് കുറഞ്ഞു. ഇപ്പം
ഇപ്പോൾ എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. വാട്സപ്പ് ഉണ്ട്, ഫോണുണ്ട്, എന്തൊക്കെയോ ഉണ്ട്. ഇതൊന്നും ഇല്ലാത്ത കാലഘട്ടത്തിൽ പോലും നമ്മൾ വളരെ ഹാപ്പി ആയിരുന്നു, വളരെ സന്തോഷമായി. കാരണം ഇന്നിപ്പം ഷൂട്ടിംഗ്, ഇപ്പോൾ തൃശ്ശൂരിലാണെങ്കിൽ ഷൂട്ടിംഗ് കഴിഞ്ഞ് ഞാൻ വേറൊരു ഷൂട്ടിങ്ങിന് പോയാൽ എത്രയോ നാൾ കഴിഞ്ഞായിരിക്കും അതേ സെയിം ക്രൂവിനെ കാണുന്നത്. പക്ഷേ എന്നാലും നമുക്ക് ഒരു ഫോൺ ചെയ്യത്തില്ല, പലപ്പോഴും കാണാറില്ല, ഒന്നുമില്ല. പക്ഷെ നമുക്കൊരു എന്തോ ഒരു ഇൻറ്റിമേസി ഉണ്ടായിരുന്നു. പക്ഷേ ഇത്രയും ഉണ്ടായിട്ടും ഇതിലൊരു ഒരു പ്യൂരിറ്റി ഉണ്ടോ എന്നുള്ളത് എനിക്ക് ഒരു ആർട്ടിഫിഷ്യൽ ആണോ എന്നൊരു തോന്നലേ ഉള്ളൂ. അത്ര ഇത് തോന്നുന്നില്ല എനിക്ക്. അന്നത്തെ കാലഘട്ടം പോലെ ഞങ്ങളുടെ കാലഘട്ടത്തിന് മുമ്പുള്ളവർ അവർ പറയുന്നത് അത് ഒട്ടുമില്ല. അപ്പം നമുക്ക് പറയാൻ എന്താണ്, ഒന്നും ബെറ്റർ ആയിരുന്നു. പക്ഷെ എന്നാലും ചെന്നൈയിൽ നമ്മൾ ഫേസ്ബുക്കിൽ ഇടയ്ക്കാറുണ്ട് എല്ലാ 80s ഹീറോയിൻസ് ഒരു ഗെറ്റ് ടുഗദർ, അതൊക്കെ എത്രത്തോളം? അത് എനിക്ക് തോന്നുന്നു സുഹാസിനിയുടെ ഒരു വലിയൊരു കാര്യം, വെരി വെരി എന്ന് വെച്ചാൽ ഷീ ഈസ് വെരി കേപ്പബിൾ ടു ഡു ദാറ്റ്. അത് എല്ലാം കോർഡിനേറ്റ് ചെയ്യാൻ എനിക്ക് അത്രയും മിടുക്കുള്ള ഒരു ആക്ട്രസ് എനിക്ക് പറയാം. എന്ന് വെച്ചാൽ അപ്ഡേറ്റ് ആണ് കാര്യം. എല്ലാവരും പലയിടത്തും പിന്നെ ആക്ടിങ് വിട്ടിട്ടില്ല. പിന്നെ ചെന്നൈ എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഗുഡ് പ്ലേസ് ടു ഡു ദാറ്റ്. ചെന്നൈയിലായിരുന്നെങ്കിൽ നമ്മൾ എപ്പോഴും കാണും. ഇപ്പോൾ തന്നെ ഈ വാട്സപ്പിൽ ഇവരെല്ലാവരും വീണ്ടും കാണും. നമുക്ക് ചായ കുടിക്കാൻ എവിടെയെങ്കിലും പോകാമോ, കോഫി കുടിക്കാൻ എവിടെയെങ്കിലും പോകാമോ, കണ്ടിട്ട് ഒരു 10 ദിവസമായി എന്ന് പറഞ്ഞ് അവരെല്ലാവരും പോകുമ്പോൾ എനിക്ക് ഉടനെ ഓടാൻ പറ്റില്ല, ഇവിടെ തന്നെ അല്ലേ. സോ അപ്പോൾ ഇപ്പം ശരിക്കും ഞാൻ മെഡ്രാസ് മിസ് ചെയ്യുന്നുണ്ടല്ലോ എന്ന് തോന്നും. നമ്മൾ അവിടെ ആയിരുന്നെങ്കിൽ കൂടെ പോകാമല്ലോ എല്ലാ കാര്യങ്ങൾക്കും. പിന്നെ ഫിലിം കാണാനും ഒരുമിച്ച് എല്ലാവരും ഒരു സിനിമ കാണാനും പോകും. അത് എനിക്ക് തോന്നുന്നു ഹാസിനി അത് നന്നായിട്ട് അത് ഹാൻഡിൽ ചെയ്യുന്നതുകൊണ്ടാണ്, വളരെ നന്നായി. നമ്മളൊന്നും ഇത് അറിയുന്നില്ല, ഹാസിനിയാണ് ഇത് മുഴുവൻ ഹാൻഡിൽ ചെയ്യുന്നത്. ഞാൻ ആദ്യത്തെ 2 കൊല്ലം ഇല്ലായിരുന്നു. പിന്നെ 3rd ഇയർ തൊട്ടാണ് ലാലേട്ടൻ്റെ വീട്ടിൽ 80s തുടങ്ങിയ ഫംഗ്ഷൻ വെച്ചപ്പോൾ തൊട്ടാണ് ഞാൻ കയറി തുടങ്ങിയത്. 3rd ഇയർ തൊട്ടാണ് തുടങ്ങിയത്. മുഴുവൻ ക്രെഡിറ്റ് ഗോസ് ടു ഹാസിനി. പിന്നെ ലിസിയും അതിൻ്റെ കൂടെ ഉണ്ട്.